എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നലത്തെ ISL മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഒഡീഷയെ ബ്ലാസ്റ്റേഴ്സ് കീഴടക്കിയത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവാ സുദോയും അതുപോലെ തന്നെ ജീസസ് സിമനസും ക്വാമെ പെപ്രയുമാണ് ഇന്നലെ ഗോൾ സ്കോർ ചെയ്തത്. എന്നാൽ ഒഡീഷയുടെ നിലവിലെ പരിശീലകനായ സെർജിയോ ലൊബേറയായിരിക്കും അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്തുക എന്നാണ് നിലവിൽ റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂടാതെ പ്രമുഖ മാധ്യമമായ മനോരമയടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറുമൊരു റൂമറായി മാത്രം നമുക്ക് സെർജിയോ ലൊബേറയുടെ കാര്യം തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. എന്തായാലും ഏകദേശം ഒരു 60% അദ്ദേഹം എത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. അവർ ഇന്ന് രാവിലോട് കൂടിയാണ് ഈ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത്. അവർ പറയുന്ന പ്രകാരം ഒഡീഷ FC അവസാന 4-5 കളിയെടുത്താൽ അവർക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. കൂടാതെ അവസാനത്തെ 3 കളികൾ കളിച്ചപ്പോൾ അവർക്ക് ഒരു സമനിലയും അതുപോലെ തന്നെ 2 പരാജയവുമാണ് വഴങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ സീസണിൽ സെർജിയോ ലൊബേറയെ ഒഡീഷ FC പുറത്താക്കിയേക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് നൽകുന്നത്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ, അതായത് സെർജിയോ ലൊബേറയെ ഒഡീഷ പുറത്താക്കിയാൽ ഈ സീസണിൽ തന്നെ സെർജിയോ ലൊബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുത്ത സീസണിലായിരിക്കും സെർജിയോ ലൊബേറ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി എത്തുകയെന്നും ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഏകദേശം സെർജിയോ ലൊബേറ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ പരിശീലകൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 70-80% സെർജിയോ ലൊബേറ തന്നെ എത്തുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് നൽകുന്നത്. അവർ പറയുന്നത് അഥവാ ഈ സീസണിൽ സെർജിയോ ലൊബേറയെ ഒഡീഷ പുറത്താക്കുകയാണെങ്കിൽ ഈ സീസണിൽ തന്നെ അദ്ദേഹം എത്താനുള്ള സാധ്യതകൾ കാണുമെന്നാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സുമായി പരാജയപ്പെട്ടതിന് ശേഷം സെർജിയോ ലൊബേറയ്ക്ക് അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. ഇതിന് വലിയ ചിരിയോടുകൂടിയൊക്കെയാണ് അദ്ദേഹം പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനായി TG പുരുഷോത്തമനെയൊക്കെ വന്ന് കണ്ട് അഭിനന്ദിച്ചിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടത്. എന്തായാലും മറ്റുള്ള മത്സരങ്ങളെ കണക്കെടുത്താൽ അദ്ദേഹം വലിയ സങ്കടത്തോടെയാണ് തോൽക്കുന്ന മത്സരങ്ങളൊക്കെ കാണാറുള്ളത്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം നല്ല ചിരിയോടുകൂടിയൊക്കെയാണ് കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്നും മടങ്ങിയത്. എന്തുകൊണ്ടാണെന്നും ഇപ്പോൾ ആരാധകർ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സെർജിയോ ലൊബേറയായിരിക്കും അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെന്നാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത്.